എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു മുൻപേ സീരിയൽ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ബാലചന്ദ്രൻ ആണെങ്കിൽ നടന്ന് അലീനയുടെ അച്ഛനെ കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം അലീനയെ അവളുടെ അച്ഛനരികിലേക്ക് എത്തിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. വൈജയന്തിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. തൻ്റെ കിരീടവും ചെങ്കോലും ഒക്കെ തിരിച്ചു കിട്ടിയ ആ ഒരു രീതിയിലുള്ള സന്തോഷം തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് അലീന ഈ വീട് വിട്ട് ഇറങ്ങിയില്ലേ, ഒരു സന്തോഷത്തിലായിരുന്നു വൈജയ്. അങ്ങനെ ബാലചന്ദ്രനും മക്കളും ആകപ്പാടെ വിഷമിച്ചിരിക്കുവാണ്. എല്ലാവരും അലീനയെ മിസ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് ഒരു പുതിയ സെർവന്റിനെ വൈജയ് കൊണ്ടുവരുന്നുണ്ട്. അലീന പോകാൻ നേരത്ത് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ബാലചന്ദ്രന്. കാരണവശാലും ഈ കാര്യങ്ങളൊന്നും അമ്മ അറിയാൻ പാടില്ല എന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രനോട്. അമ്മയുടെ മകളാണെന്നോ ഒരു കാര്യവും അമ്മ അറിയാൻ പാടില്ല. അമ്മ അറിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരത്തില്ല, പിന്നെ എന്നെ അങ്ങ് മറന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് അലീന ബാലചന്ദ്രനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ വൈജയോട് ഒന്നും പറയുന്നില്ല. അലീന വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. എന്തെന്ന് വെച്ചാൽ ബാലചന്ദ്രനാണെങ്കിൽ വൈജയ് കാര്യം അറിയുന്ന ആ സമയം തന്നെ ബാലചന്ദ്രൻ വൈജയെ ഡിവോഴ്സ് ചെയ്യുമെന്നാണ്. അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തരത്തിലാണ് അലീന പറഞ്ഞത്. ഒരിക്കലും അമ്മ ഈ കാര്യം അറിയാനേ പാടില്ല എന്ന്. അലീന പോയതോടെ ബാലചന്ദ്രനും മക്കൾക്ക് മാത്രമല്ല മനുശങ്കരനും വളരെ വിഷമമാണ്. അല്ലയാണെങ്കിൽ ഒരു കർക്കശക്കാരനായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അലീനയെ കാണാനും കഴിയില്ല. അതുപോലെ തന്നെ രേവതിക്കുട്ടിക്കും മാമച്ചനും ഗ്രേസിയമ്മയ്ക്കും എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. കാരണം അലീനയെ എല്ലാവരും പിരിഞ്ഞിരിക്കുവാണ്. മുത്തശ്ശിയാണെങ്കിൽ അറിഞ്ഞിരുന്നു തൻ്റെ സ്വന്തം കൊച്ചുമകളാണെന്ന് ഉള്ള കാര്യം. അതുപോലെ തന്നെ മുത്തശ്ശിയും മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവനും രാജീവനും എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പെങ്ങളുടെ കുട്ടിയാണല്ലോ, ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും അവരുടെ സഹോദരിയായ വൈജ ഹാപ്പിയാണല്ലോ എന്നോർത്ത് അവർ അവരുടെ വഴികളെല്ലാം നോക്കുന്നു. ചേട്ടനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. എന്തായാലും പെങ്ങടെ കുട്ടി പോയില്ലേ എന്നോർത്താണ് ഗംഗേട്ടന് വിഷമം. ഗംഗേട്ടനെ ആണെങ്കിൽ അലീന മിക്കവാറും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഗംഗേട്ടനാണെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷം സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോയി കാണുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും പഴയ സുഹൃത്തുക്കളല്ലേ. ഗംഗേട്ടൻ വന്ന ഉടനെ തന്നെ സ്റ്റാൻലി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്കിളെ എന്ന് പറഞ്ഞ് അലീന തൊട്ടടുത്ത് വരുന്നുമുണ്ട്. സമയത്ത് അലീനയോട് ഗംഗേട്ടൻ ചോദിക്കുവാണ്. സമയത്ത് അലീന പറയുവാണ് അത് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗേട്ടൻ ചോദിക്കുവാണ് നീ ഇനി തിരികെ പോകുന്നില്ലേ. ആ സമയത്ത് അലീന പറയുവാണ് അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആകട്ടെ എന്നിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പോകുന്നതിന് മുൻപ് പഴയതുപോലെ അച്ഛനും അമ്മയും സ്നേഹത്തോടെ ജീവിക്കണം. അവർ പരസ്പരം മനസ്സിലാക്കി എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം ക്ഷമയോടെ കേട്ട് ജീവിക്കണം. എന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നുള്ളൂ. ഉടൻ ആ സമയത്ത് പറയുവാണ് ഞാൻ അവിടേക്ക് പോയിരുന്നു. അവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. അലീന ഇല്ലാത്തതിൻ്റെ വിഷമം അവിടെ എല്ലാവർക്കും ഉണ്ട്. വൈജ പോയിട്ട് ബാലചന്ദ്രനാണെങ്കിലും ബബിതയ്ക്കും കൃഷ്ണയ്ക്കുമാണെങ്കിലും രോഹിത്തിനാണെങ്കിലും എല്ലാവർക്കും അലീന പോയതിൻ്റെ വിഷമം താങ്ങാൻ കഴിയുന്നില്ല അവർക്ക്. എല്ലാവർക്കും ഒരു ചിറകൊടിഞ്ഞ ഫീലാണ്. പിന്നെ അവരിപ്പോൾ എന്താ വിശേഷിപ്പിക്കുന്നതെന്ന് അറിയാമോ? ആകാശം പരത്തി നടന്ന ഒരു പെൺകുട്ടി എന്നാ അവിടെ എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്കും ഭയങ്കര വിഷമത്തിലാണ്. ഈ അവരുടെ കൊച്ചുമകളാണെന്നുള്ള കാര്യം അവരെന്തായാലും അറിഞ്ഞല്ലോ. പിന്നെ അവർക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ മനുവിന് നിന്നെ കാണണമെന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടായതുകൊണ്ടാ വരാത്തത് എന്ന് പറയുമ്പം സ്റ്റാൻലി ചോദിക്കുവാണ് ഇതാരാ മനു? പിന്നെ ഇവളുടെ അമ്മയുണ്ടല്ലോ വൈജയുടെ സഹോദരന്റെ മകനാ, അതായത് എന്റെ അളിയൻ ശിവൻ. ഓർക്കുന്നുണ്ടോ ശിവനെ? ശിവന്റെ മകനാ ഈ മനു, അവന്റെ മൂത്ത മകൻ. അവനാണെങ്കിൽ ഇവളെ ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട്. ആ ഒരു സംസാരമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് സ്റ്റാൻലി പറയുവാണ് ഇവിടെ വന്ന് കാണുന്നതിലൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന്. ഞാനങ്ങനെ തടസ്സം നിൽക്കുന്ന ഒരാളല്ല. ഏട്ടൻ പറയുന്നുണ്ട് അവള് പോയതോടുകൂടി അവിടെ ആകപ്പാടെ ശൂന്യമായി. വൈജയന്തിയുടെ ഭരണം തിരിച്ചു എടുത്തു എങ്കിൽ ഇവിടെ ഇപ്പോ വൈജയന്തിക്ക് വലിയ ഒരു റോളും ഇല്ല. കൃഷ്ണയും ബബിതയും രോഹിയൊന്നും വലുതായിട്ട് വൈജയോട് മിണ്ടത്തുമില്ല. പോയത് എന്തായാലും വൈജ കാരണമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വൈജയോട് നല്ല ദേഷ്യ. വൈജ പിന്നെ പഴയ ആ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് ഒന്നും കളിക്കത്തുമില്ല. അവളെപ്പോഴും എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ബാലചന്ദ്രനാണെങ്കിൽ കടയിലേക്ക് പോകും, വീട്ടിൽ വരും, ആഹാരം കഴിക്കും, കിടന്നുറങ്ങും. ഒരു ടൈം ടേബിളില് അയാൾ പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തില് മറ്റൊന്നുമില്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഒരാളായി അലയുവാണ്.
അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എല്ലാവർക്കും അതിലൊരു സമാധാനം ഉണ്ടാകൂ. അല്ലി ചോദിക്കുവാണ്, അല്ല ഗംഗാധര, നീ ഇപ്പൊ എന്തിനാ വന്നേ? ഇവളെ ബ്രെയിൻ വാഷ് ചെയ്യാനോ? ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണോ വന്നത്? അതൊന്നും അല്ല. അവിടെ എല്ലാവർക്കും ആകപ്പാടെ ഇവളില്ലാത്തതിന്റെ വിഷമമാണ്. ഇവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ഞാനും നേരത്തെ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോഴാ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായത്. അവളും ഭാര്യയും എല്ലാവരുമുണ്ട്. അവരങ്ങ എനിക്ക് ഇവള് വന്നപ്പോഴാ സമാധാനമായ. ഒറ്റയ്ക്ക് എന്റെ ഭാര്യയും മക്കളൊന്നും വരാറില്ല. ഒരു അറ്റ്മോസ്ഫിയറൊന്നും അവർക്കിഷ്ട ആവത്തില്ല. എനിക്കിവിടെ വരുന്നതാ ഒരു സമാധാനം. ഈ പട്ടികളുടെ ഇടയിലൊക്കെ കിടക്കുമ്പോഴേ എനിക്കും ഒരു സന്തോഷമാകുന്നത്. ഇവൾക്കും ഭയങ്കര സന്തോഷം അതില്. അതെനിക്കറിയാം. ആരെയും ഒരുക്കിയെടുക്കാൻ ഇവൾക്കറിയാം. അതിൽ നല്ല കഴിവാ. ഇത് ചോദിക്കുകയാണ്, നീ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകത്തില്ലേ? ഇല്ലെങ്കിലേ, ഞാനത് അച്ഛനോട് പ്രത്യേകം പറഞ്ഞതാ. ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. എല്ലാം മറന്ന് ക്ഷമിച്ച് പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർപ്പാക്കി രണ്ടുപേരും എന്നൊരുമിച്ച് ജീവിക്കുന്നു. ഞാൻ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞു. എന്ന് അമ്മ അറിയുന്നു മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. കാര്യം ഞാൻ അച്ഛനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെയൊന്നും ഞാൻ അങ്ങോട്ടേക്കില്ല. അവിടേക്ക് ചെന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ മാറി നിൽക്കുന്നതാ നല്ലത്. ഞാനിവിടെ അച്ഛൻ്റെ കൂടെയല്ലേ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഗംഗാധരൻ കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുക്കുവാണ്. ഞാൻ പോയിട്ട് വരട്ടെ മോളെ എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. നിന്നെ കാണാതെ ഒരു സമാധാനവും ഇല്ലായിരുന്നു. ചന്ദ്രൻ വന്നിരുന്നു ഇവിടെ. ആ സമയത്ത് അലീന പറയുവാണ്, ഇല്ല വന്നില്ല. എന്നോട് നല്ല ദേഷ്യവും പിണക്കവും എല്ലാം ഉണ്ട്. വിളിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കും. കുട്ടികളും അങ്ങനെ തന്നെയാ. എല്ലാവരുടെ മുഖവും വാടിയിരിക്കുവാണ്. അതൊക്കെ അങ്ങ് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അവർ പഴയ സാധാരണ ജീവിതത്തിലോട്ട് അവർ പോട്ടെ. കൂടി എല്ലാം മാറിക്കോളും. ഇതേയും രോഹിയും ഇപ്പോൾ കോളേജിലേക്ക് പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അച്ഛൻ്റെയും അവരുടെയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. വെച്ച് കഴിയുമ്പോൾ മാഡത്തിൻ്റെ മനസ്സിലും ചേഞ്ച് ഉണ്ടാകും. മേഡവും ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലേ. അല്ല മണിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താ തീരുമാനം? അതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ അങ്കിളെ. ഞാൻ മനുവേട്ടവനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാ എത്ര കാലം ഉണ്ടാവുന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തുറപ്പ് പറയാൻ? ഇപ്പൊ നിനക്ക് അച്ഛനും അമ്മയും ആരാന്നൊക്കെ അറിയാലോ. കാര്യം ആരാന്നും അറിയാം. വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ എന്റെ കൂടെ പോയി നിനക്ക് ജീവിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ്. ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനും അമ്മയും എല്ലാം മനസ്സിലാക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അതിനുശേഷം മതി എന്റെ കല്യാണം. എത്രയും പറയാനേ ഉള്ളൂ അങ്കിളെ. ആ സ്റ്റാൻഡിൽ ഞാൻ പോയിട്ട് വരാം. ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നാലും ഗംഗാധര, നീ പോലും എന്നെ ചതിക്കാൻ കൂടെ നിന്നല്ലോടാ. ശരിയാ, കാണിച്ചത് വലിയ ചതിയായിരുന്നു. പെങ്ങളെ സ്നേഹിച്ചു. ഗർഭിണിയാണ്. ശേഷം എനിക്ക് അവിടെ നിന്ന് പോകേണ്ടിയും ആക്സിഡന്റ് ആയിരുന്നതും പിന്നെ ഞാനൊരു വിവാഹം കഴിച്ചും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചില്ലേ. അതുകൊണ്ടല്ലേ അവള് വേറെ വിവാഹം കഴിച്ചത്. ഞാൻ വേറെ വിവാഹം കഴിക്കേണ്ടി വന്നത്. ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനും വൈജയും ഇന്ന് ഒരുമിച്ച് ജീവിച്ചേനെ ഞങ്ങളുടെ മകളുടെ കൂടെ. ഒരിക്കലും അനാഥയാകേണ്ടി വരില്ലായിരുന്നു പറയുകയാണ്. അതിനിപ്പോ ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ, ശിവൻ, അജീവൻ, അവളുടെ തീരുമാനങ്ങളെല്ലാം അച്ഛന്റെ തീരുമാനമായിരുന്നു. അച്ഛൻ പറഞ്ഞപ്പോൾ അനുസരിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി. ഒരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്നത് ആർക്കാണെന്ന് സ്റ്റാൻലിക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ അച്ഛനാണ് ഒരു വഴിക്കും നിൽക്കാത്തത്. ഒരു കാര്യവും പറഞ്ഞിട്ടും അച്ഛൻ അംഗീകരിച്ച് തരത്തില്ലായിരുന്നു. ഒടുവിൽ ഇവളെ ഓഫണേജിൽ കൊണ്ടുപോയി വിട്ടത് അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു.